നമുക്കൊരു പാവക്ക പച്ചടി, പാവയ്ക്ക കൊണ്ടൊരു പച്ചടി വെക്കാം. ഒരു വലിയ പാവക്കയാണ് എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക് കൊണ്ട് ഇച്ചിരി ഉപ്പ് പുരട്ടി അത് വറുത്തെടുക്കുക. ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇത് ചേർത്ത് തിരുമി നമുക്കിത് വറുത്തെടുക്കാം. ഈ 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ല എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ചട്ടി ചൂടായിട്ട് ഒരു 2-3 സ്പൂൺ എണ്ണ, ഇത് വറുക്കാനുള്ള എണ്ണ, ഇച്ചിരി കൂടുതൽ എണ്ണ ഉണ്ട്, അതിട്ട് രണ്ട് 3 കടുക് ഇട്ട് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക നമുക്കതിലേക്ക് ഇടാം. ഇതൊന്ന് വറുത്തെടുക്കണം. കുറച്ച് സമയം എടുത്തൊരു 15 മിനിറ്റോളം വേണ്ടി വരും ഇതൊന്ന് മുരിഞ്ഞ് വരെ. ചെറിയ തീയിൽ കിടന്ന് മുരിയട്ടെ. അപ്പം നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഇത് റെഡിയാക്കി അതിലേക്ക് ചേർക്കാം. ഇത് മൊരിയിച്ചെടുക്കാം. ചെറിയ തീയിൽ കിടന്ന് മൊരിയട്ടെ. തുറന്ന് വെച്ചാൽ മതി. ഇതാണ് പാവക്ക പച്ചടിക്ക് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ, സ്വല്പം ജീരകം, ചെറിയ ജീരകം സ്വല്പം, ഒരു 2-3 കാന്താരി ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ ഒരു പച്ചമുളകായാലും മതി. പിന്നെ കറിവേപ്പില, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തൈര്, 1/2 കപ്പ് തൈര്. ഇത് അരപ്പരച്ചെടുക്കട്ടെ. കഥ വേണം ഇത് അരച്ചെടുക്കാൻ. ചിലരും കിച്ചടിയെന്നും ഇതിന് പറയും, പാവക്ക കിച്ചടിയെന്നും ഇതിന് പറയാറുണ്ട്. മഞ്ഞപ്പൊടി ചേർക്കുന്നതിന് പച്ചടി, അല്ലാത്തതിന് കിച്ചടി. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, സ്വല്പം വെള്ളം ചേർത്ത് ഇതരച്ച്. അരപ്പരച്ചെടുത്തിരിക്കുകയാണ്. അധികം വെള്ളമില്ലാതെ അരപ്പരച്ചെടുത്തിരിക്കുകയാണ്. ഇതിന് നമുക്ക് ഈ മുരിഞ്ഞ പാവക്ക ഏതാണ്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. പാവക്ക ഇപ്പോൾ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തൈരും കൂടി ചേർക്കാം. എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അരപ്പ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ തൈര്, 1/2 കപ്പ് തൈര് കൂടി ചേർക്കാം. ഉപ്പ് നോക്കട്ടെ. തൈര് ഒഴിച്ച് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ഇത്തിരി ഉപ്പ് കൂടി ചേർക്കണം. പാവക്ക വറുക്കാൻ നേരത്ത് മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്തുള്ളൂ. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് കൂടി ചേർക്കും. ആവശ്യത്തിന് ഉപ്പ്. അതുകൊണ്ട് അരപ്പ് ചൂടായിട്ടുണ്ട്. അടിപൊളി. 2 2
അതിലേക്ക് ഒരു കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്.